കെ പോപ്പിനെ പറ്റി വലിയ ധാരണയില്ലാത്തവരോട് നിങ്ങൾക്ക് കെ പോപ്പ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ BTS ഒക്കെ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. കെ പോപ്പ് എന്നാൽ BTS എന്ന ബോയ് ബാൻഡ് മാത്രമല്ല. പക്ഷേ കെ പോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് BTSനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാധീനം കൊണ്ടാണ്. ജൂൺ മാസം BTSനെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട മാസമാണ്. 2013 ജൂൺ 13 BTS ആദ്യമായി സ്റ്റേജിൽ പെർഫോം ചെയ്തത്. അതുകൊണ്ട് ഡെബ്യൂ ആനിവേഴ്സറി പ്രമാണിച്ച് എല്ലാ വർഷവും BTS ആരാധകർക്കായി ഒരു വലിയ കാർണിവൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ജൂൺ ആദ്യ വാരം തുടങ്ങി ജൂൺ 13 വരെയാണ് ഫെസ്റ്റ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായി ഗ്രൂപ്പിലെ 7 അംഗങ്ങളും തങ്ങളുടെ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി ഒന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ഫെസ്റ്റാണിത്. 13 BTS എന്ന പ്രമേയത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ആഘോഷത്തിൽ ആരാധകർക്കായി ദിവസേന വലിയ സർപ്രൈസുകളാണുള്ളത്. ജൂൺ 4 എല്ലാവരും കാത്തിരിക്കുന്ന BTS ഫാമിലി ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. തൊട്ടടുത്ത ദിവസമായ ജൂൺ 5 ഹോളിഗൻ എന്ന പാട്ടിന്റെ ഒഫീഷ്യൽ പെർഫോമൻസ് വീഡിയോ റിലീസ് ചെയ്യും. ജൂൺ 7-8 തീയതികളിൽ അംഗങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിലെ സാധാരണ ജീവിതം കാണിക്കുന്ന നോർമൽ ലോഗ് 13 സൈഡ് ഫിലിം എന്നിവ റിലീസ് ചെയ്യും. ആരാധകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയുടെ പുതിയ പതിപ്പായ റൺ BTS 2.0 ടീസർ ജൂൺ 10 അതിന്റെ മുഴുവൻ എപ്പിസോഡ് ജൂൺ 11 റിലീസ് ചെയ്യും. BTS ആർമി ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ജൂൺ 12 കാരണം സുഗയുടെ മ്യൂസിക് പ്രൊഡക്ഷനിൽ RM-ഉം J-Hope-ഉം ചേർന്ന് വരികൾ എഴുതിയ കമ്മ പറഞ്ഞ പുതിയ ഗാനം അന്ന് ഡിജിറ്റലായി റിലീസ് ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തെ അവരുടെ മിലിറ്ററി ജീവിതവും വേർപാടും അതിനുശേഷമുള്ള മനോഹരമായ ഒത്തുചേരലുമാണ് ഈ ഗാനത്തിന്റെ പ്രമേയം. ഈ വൻ ആഘോഷങ്ങളെല്ലാം അവസാനിക്കുന്നത് ജൂൺ 12-13 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ ബുസാൻ ഏഷ്യാഡ് മെയ്ഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൈവ് മ്യൂസിക് കോൺസെർട്ടോട് കൂടിയാണ്. 2022 സൈനിക സേവനത്തിന് പോകുന്നതിന് മുൻപ് 7 അംഗങ്ങളും ഒന്നിച്ച് അവസാനമായി പെർഫോം ചെയ്തത് ബുസാനിലായിരുന്നു. അന്ന് വലിയൊരു സങ്കടത്തോടെ അവസാനിക്കുമ്പോൾ 4 വർഷത്തിന് ശേഷം അതേ വേദിയിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അവർ തിരിച്ചെത്തുകയാണ്. ഇനി BTSനെ വെറും ഒരു ഹൈപ്പ് മാത്രമായി കാണുന്നവർക്കായി ചില കണക്കുകൾ പറയാം. സാധാരണയായ ഒരു മ്യൂസിക് ബാൻഡ് 4 വർഷത്തോളം വലിയൊരു ഇടവേള എടുത്താൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ഇടിയാറാണ് പതിവ്. എന്നാൽ BTSന്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. കഴിഞ്ഞ ഏപ്രിൽ മാത്രം നോക്കിയാൽ ടോക്കിയോയിലും ഗോയാങ്ങിലുമൊക്കെയായി അവർ നടത്തിയ വെറും 8 സ്റ്റേഡിയം ഷോകളിൽ നിന്ന് നേടിയത് $76.2 മില്യൺ. അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 630 കോടിയിലധികം. കഴിഞ്ഞ മാസം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ലൈവ് BTSന്റേതായിരുന്നു എന്ന് പറയാം. ഇതിനുശേഷം മെയ് മാസത്തിൽ ടെക്സാസിലും മെക്സിക്കോയിലും നടന്ന ഷോകൾ കൂടി കഴിഞ്ഞപ്പോൾ 15 ഷോകളിൽ നിന്നുള്ള ടൂറിന്റെ വരുമാനം $124 മില്യൺ, ഏകദേശം 1030 കോടിയിലധികം ഇന്ത്യൻ രൂപ. ശാസ്ത്രത്തിലും പുരാണങ്ങളിലുമെല്ലാം 12 എന്ന സംഖ്യയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതൊരു ഫുൾ സർക്കിൾ എന്നാണ് പറയപ്പെടാറുള്ളത്. 13 എന്ന സംഖ്യയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആ ഫിനിഷിംഗ് ലൈനും കടന്ന് പുതിയൊരു ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. BTSനെ സംബന്ധിച്ച് ഈ 13-ാം വർഷം കേവലം ഒരു വാർഷികമല്ല. ശരിക്കും 13 വർഷം മുൻപ് ഇതേ ജൂൺ മാസത്തിൽ കരിയറിന്റെ തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആ 7 ചെറുപ്പക്കാരല്ല ഇന്ന് BTS. വലിയ പാരമ്പര്യമുള്ള പ്രൊഡക്ഷൻ കമ്പനികളുടെ പിന്തുണയില്ലാതെ ഒരു കൊച്ചു ഏജൻസിയിൽ നിന്ന് വന്ന് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ഇൻഡസ്ട്രിയിൽ ഇടം പിടിച്ചവരാണ് അവർ. ഇന്ന് ആഗോള സംഗീത ഭൂപടത്തിൽ രാജ്യാന്തര പുരസ്കാരങ്ങളോടെയും റെക്കോർഡുകളോടെയും തങ്ങളുടെ പേര് അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. കരിയറിന്റെ ഈ ഘട്ടത്തിൽ തങ്ങൾ ആരാണെന്ന് ഇനി ആരുടെയും മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത ഇന്ന് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള BTSന്റെ പല വെറൈറ്റി പെർഫോമൻസ് കാണാനും BTS ആർമി റെഡിയായി കഴിഞ്ഞു.